ഹലോ. അങ്ങനെ എൻ്റെ സർജറിക്ക് ശേഷം ഒരു 1 വീക്കിന് ശേഷം എൻ്റെ വായിൽ 2 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആ സ്റ്റിച്ചൊക്കെ എടുത്ത് ഞാൻ ഓക്കെ ആയി വരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് എടുത്ത് അന്ന് ഈവനിങ് ആയപ്പോഴത്തേനും അഞ്ജൻ്റെ വീട്ടിലോട്ട് പോയി കേട്ടോ. കാരണം 2 ദിവസം കൂടി ഉള്ളൂ ഇനി ഗുജറാത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഗുജറാത്തിൽ എത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസത്തെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഡാഡിൻ്റെ അമ്മേനും കൂടെ ഒന്നിച്ച് പള്ളിയിലൊക്കെ പോയി തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ഷോപ്പുണ്ട്. നല്ല അടിപൊളി എണ്ണക്കടികൾ കിട്ടും കേട്ടോ. അവിടെ നിന്ന് നല്ല ചൂട് ഉഴുന്നോടെ മേടിച്ചിട്ട് വന്ന ഡാഡി ഞാനാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ളൊരു കോഫി ഉണ്ടാക്കി. പിന്നെ വെള്ളയപ്പവും മുട്ടക്കറിയും സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ചക്ക തിന്നാൻ ഭയങ്കര ആഗ്രഹം. അപ്പം പതുക്കെ ആണെങ്കിലും കുറച്ചൊക്കെ ഞാൻ തിന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാച്ചാനുള്ള ഉള്ളിയൊക്കെ നന്നാക്കി കൊടുത്തു. അമ്മച്ചി അത് കാച്ചി. അമ്മച്ചി ആ ചക്ക കാച്ചുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഡാഡിക്കും അമ്മച്ചിക്കും കൂടെ ചെറിയൊരു ഗാർഡൻ പരിപാടി ഉണ്ട് കേട്ടോ. കുറേ പച്ചക്കറികളും പൂക്കളും ചെടികളും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് ഓൾറെഡി ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ നമ്മൾ സ്വന്തം വീട്ടിലുണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടെറസിൻ്റെ മേലെയും വീടിൻ്റെ സൈഡിലും ഫ്രണ്ടിലും എവിടെയൊക്കെ ചെടികൾ കുത്തി നിറച്ച് വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ അമ്മച്ചി ചെടികൾ നിറയ്ക്കും കേട്ടോ. പിന്നെ ഈ കാണുന്ന പറമ്പ് നമ്മുടെ അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇത് കണ്ടുപിടുത്തുന്നുള്ളൂ. അത് അപ്പുറത്തെ പറമ്പാണ്. അങ്ങനെ ഒരു 8 മണി 8:30 ആയപ്പോഴത്തേനും ഡാഡിയും അമ്മയും ഒന്ന് പുറത്തോട്ട് പോയിട്ടോ. അവർക്കൊരു മരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. പോയി തിരിച്ച് വരുമ്പോഴത്തേനും നല്ല അടിപൊളി ചെമ്മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അമ്മച്ചിയും കൂടെ ഒന്ന് കിള്ളിപ്പൊളിച്ച് വെച്ചു. ഞാനത് ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ചതിന് ശേഷം ആ സമയം കൊണ്ട് അമ്മച്ചി എനിക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കി തന്നു കേട്ടോ. നമ്മുടെ മിൻറ്റൊക്കെ ഇട്ടിട്ട് ഒരു നാരങ്ങ വെള്ളമാണ്, അതിനകത്ത് ഉപ്പും പഞ്ചസാര ഒരുപോലെ ഇട്ടിട്ടായിരുന്നു കേട്ടോ. ഞാൻ പഞ്ചസാര മാത്രമാണെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് എന്നെ സിപ്പ് എടുത്തത്. അപ്പോൾ ഉപ്പായിരുന്നു കൂടുതൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഫേസിൽ എക്സ്പ്രഷനാണത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ സർജറി കഴിഞ്ഞ ഭാഗത്തെ വേദന, ഭക്ഷണമൊക്കെ അറിയാതെ ചെന്ന് കഴിഞ്ഞാൽ ജീവൻ പോകുന്ന വേദനയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അരിപ്പൊടിയും മൗലോസുപ്പൊടിയും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഓവർ വെയിറ്റ് ആയിപ്പോയി. അത് കഴിഞ്ഞ് തലേ ദിവസം ബിരിയാണി കഴിക്കാൻ പുതിയ തോന്നിയിട്ട് ഡാഡി ബിരിയാണി മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നേ. ആ ബിരിയാണിയും ചക്കുപ്പേരിയും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ. ഈവനിങ് ആയപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. എനിക്കൊരു സ്പാ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അവിടെ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. 3 സർവീസിന് 2000 റുപ്പീസേ ഉള്ളൂ. അപ്പം ഞാനൊരു സ്പാ എടുത്തു, ഹൈഡ്രാ ഫേഷ്യൽ എടുത്തു, പെഡിക്യൂർ എടുത്ത് ചെയ്തായിരുന്നു കേട്ടോ. സ്ഥലം വന്നിട്ട് കബേസ യൂണിസെക്സ് സലൂണാണ്. നമ്മുടെ അക്വാട്ടിക്സ് ഇല്ലേ തൃശ്ശൂരുള്ള ആ കോംപ്ലക്സിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേനും പപ്പയും മമ്മി എത്തിയിട്ടുണ്ടായിരുന്നേ. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ പാക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വർത്താനം പറയാനൊക്കെ ഇരുന്നുണ്ട്. അപ്പോൾ പപ്പ ഇരുന്ന് ഇങ്ങനെ സങ്കടം പറയായിരുന്നു. ഇപ്രാവശ്യം വന്നിട്ട് പെട്ടെന്ന് സമയം പോയി, സർജറി കഴിഞ്ഞ കാരണം കൊണ്ട് അതിൽ നിന്ന് വർത്താനം പറയാൻ പറ്റിയില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും പോയി.